കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽ ആദ്യം വരുന്നത് പുണർദത്തിൻ്റെ 4-ാം പാദമാണ്. 4-ാം പാദത്തിലുള്ള പുണർദം ആണെങ്കിലും അവർക്ക് വരും വരായികളെപ്പറ്റി നല്ല അറിവുള്ളവരാണ്, ഭാവനാശാലികളാണ്. എല്ലാം മംഗളകരമായി പര്യവസാനിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. പഠിക്കുന്നവർക്കും ജോലി തേടുന്നവർക്കും ആ ക്വാളിറ്റി വളരെയേറെ ഗുണപ്രദമാണ്. പ്രായമുള്ളവർക്കായാലും നിരാശാജടിലമായ മനസ്സിൽ നിന്നും എല്ലാം മംഗളകരമായി പര്യവസാനിക്കും, സന്തോഷമായിരിക്കും എന്ന് ചിന്തിക്കുകയും ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണ്. വളരെ നല്ല വ്യക്തികളാണ് ഇവർ കാണാൻ നല്ലവരാണ്. ഭാഷാ ശൈലി നല്ലതാണ്. ചിലപ്പോൾ റിട്ടയർഡായതിനു ശേഷവും ഒരു സ്ഥാപനം കാണും, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. 4-ാം പാദം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 6 മണിക്കൂർ, 6-24 ഒരു ദിവസം, അങ്ങനെയും കണക്കാക്കാം. അവസാനത്തെ 6 മണിക്കൂർ. അപ്പോൾ എല്ലാം ശുഭപര്യവസായി ആയിരിക്കും എന്ന് കാണുന്ന വ്യക്തികളാണ് ഇവരെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നന്മകൾ കൂടുതലാണ് അവരിൽ, തിന്മ കുറവാണ്. അപ്പോൾ വിവാഹം, സ്ഥലം വാങ്ങൽ, മറ്റൊരാളെ സഹായിക്കുന്നതിന് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി സഹായിക്കാനുള്ള മനസ്സിലുണ്ടാകുന്നത് എല്ലാം നല്ല തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഈ പുണർദം കർക്കിടകക്കൂറിലെ 4-ാം പാദത്തിലുള്ളവർ. ഇനിയുള്ളൊരു കാര്യം അടുത്ത പൂയമാണ്. ഇതിനായാലും ഇവർക്ക് ഇത്രയും പേർക്കുള്ള ഒരു കാര്യം, വ്യാഴം അവരുടെ ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ വലിയ സഹായങ്ങൾ കിട്ടിയെന്ന് വരില്ല. ജന്മത്തിലെ വ്യാഴം പരീക്ഷണങ്ങൾ കൊണ്ട് ഇവരെ പൊറുതി മുട്ടിക്കുന്ന ആളാണ്. എന്നാൽ ചതിയിൽ പെടില്ല. ചതിയിൽ പെട്ടാൽ അതിൽ നിന്ന് അവരെ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ പൂയത്തിൻ്റെത്, പൂയം പഠിക്കുന്നവർക്കൊക്കെ നല്ലതാണ്, വിദേശ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. കൂട്ടുകാരെയോ ജീവിത പങ്കാളിയോ ഒക്കെ ചതിക്കുന്നവരോ കള്ളം പറഞ്ഞവരെ വസൂലാക്കുന്നവരോ ആണെങ്കിൽ അവർക്കൊരു യാതൊരു വിധത്തിലുള്ള ഭാഗ്യവും കിട്ടുകയില്ല. സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ ഈ ലഗ്നത്തിൽ വരുന്നവരാണ്. സാങ്കേതിക വിദഗ്ധർ, കമ്പ്യൂട്ടർ ഗുരുക്കന്മാർ, പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ഒരു പയ്യൻ ഇടയ്ക്ക് കണ്ടുപിടിച്ചില്ലേ, ഒരു കൃഷി പുതിയ ടെക്നിക്ക്, വെള്ളം ഉപയോഗിക്കാതെ കൃഷി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അയാൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതൊക്കെ ഈ പൂയം ഇതിലൊക്കെ വരുന്നവരാണ്. പക്ഷെ അവർ മറ്റുള്ളവരെ പൂർണ്ണമായും അംഗീകരിക്കില്ല. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ തിരിച്ചടികൾ കിട്ടും. പ്രത്യേകിച്ച് പ്രായമുള്ളവർ. ചെറുപ്പക്കാർക്ക് പിന്നെയും സമയമുണ്ടല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കും. ഇത് പ്രായമായി കഴിഞ്ഞാലും ഈ വേലത്തരങ്ങളാണ് കയ്യിരിക്കുന്നതെങ്കിൽ ഭാഗ്യാനുഭവങ്ങളൊന്നും കിട്ടില്ല. ഒന്നും കിട്ടുകയില്ലെന്നല്ല, ജന്മത്തിലെ വ്യാഴം മൂലം ഒരു സഹായവും കിട്ടുകയില്ലെന്നല്ല. പ്രത്യേകിച്ച് പ്രായം അവർക്ക് സഹായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. വിഷ്ണുവാണ് ചെയ്യേണ്ടത്. നെയ്വിളക്കാണ്, പുഷ്പാഞ്ജലിയാണ്. വിഷ്ണുവിൻ്റെ ഏത് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട സമ്പൂർണനായ വിഷ്ണു ശ്രീകൃഷ്ണൻ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമോ, വിഷ്ണു സഹസ്രനാമം മുതലായ കാര്യങ്ങൾ, കൈവണ്ണ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പുഷ്പാഞ്ജലി മസ്റ്റാണ്, ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ വരുന്നത് ഈ കർക്കിടകക്കൂറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നത് ആയില്യമാണ്. ആയില്യത്തെ പൊതുവെ എന്തൊക്കെയാണ് അനാവശ്യങ്ങൾ ചിലർ വാമൊഴിയായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അത്തരക്കാരല്ല അവർ. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരും വഞ്ചിക്കാത്തവരുമാണ്. ചിലർ പറയുന്നതൊക്കെ തിരിച്ചാണ്. അയൽക്കാരായിട്ട് അവർ വന്നൂടെ, അവരെ എന്തൊക്കെ ചെയ്യുമെന്നല്ലേ പറയുന്നത്. അത് എനിക്ക് പറയാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ ആയില്യത്തെ പറ്റി പറയാറുണ്ട്. അവർ ദേവത എന്ന് പറയുന്നത് തന്നെ സർപ്പങ്ങളാണ്. അപ്പോൾ അത് തന്നെ ശിവനുമായി ബന്ധപ്പെട്ടത്. ആ ബോധം അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നവരാണ്. വിദ്യാഭ്യാസം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ്, സാങ്കേതികമായി മിടുക്കുള്ളവരാണ്. അവർ ആ ജോലി ചെയ്യുന്നതിനിടയിൽ അവർക്ക് സ്പെഷ്യൽ സൂപ്പർവൈസർ വിടാൻ പോകാതിരുന്നാൽ മതി. സത്യസന്ധമായും കൃത്യമായും വൃത്തിയായും ആ ജോലി തീർക്കുന്നതാണ്. അവർ ക്ലാർക്കാവാം, ചിലപ്പോൾ IAS ആകാം, ചിലപ്പോൾ ഭരണാധിപനാവാം. ഇവർ ഇടം കൊള്ളിടാൻ പോയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ബാക്കി എല്ലാ തരത്തിലും അവർ ഉപകാരികളാണ്. അതായത് ആക്റ്റീവാണ് അവരെപ്പോൾ. ജീവിത പങ്കാളിയായാലും അവരെ സംശയിക്കുന്നു എന്നൊക്കെ വന്നാൽ അവർ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അറിയാമല്ലോ, സർപ്പങ്ങളാണ് അവരുടെ ദൈവം. അവരുടെ അത് തന്നെയാണ്, നമശിവായ തന്നെയാണ് അവരുടെ മന്ത്രം. അതിനെ എടുത്തു പറയേണ്ട, ശ്ലാഘിക്കേണ്ടതായ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളവരാണ് അവർ. ഈ നമ്മൾ അറിയപ്പെടുന്ന കന്മാർ, മിടുക്കത്തികളും ഐല്യംകാരാണ്, ആരോഗ്യം സൂക്ഷിക്കുന്നവരാണ്, എല്ലാ കാര്യത്തിലും ചെന്ന് ഇടപെടും. രാഷ്ട്രീയക്കാർ അവരൊക്കെ വളരെ ശോഭിക്കുന്നവരുമാണ് ഈ കാര്യത്തിൽ. അതിന് കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെ, ബുദ്ധിമുട്ടി തന്നെ അവർ മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. ലീഡർഷിപ്പിലുള്ള ഏത് പാർട്ടി ആവട്ടെ, പലരും ഈ നക്ഷത്രക്കാരാണ്. അവർക്ക് പുതു സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും നല്ലതാണ്. വസ്തുവകകളും അന്യനാട്ടിലും സ്വന്തം നാട്ടിലും വാങ്ങാനും കെട്ടിടങ്ങൾ വയ്ക്കാനും സ്വന്തം നിലയിൽ തന്നെ വിറ്റ് ധനവാന്മാരും ധനാഢ്യകളും ആകാനുമുള്ള കഴിവുള്ളവരാണ്. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ കൂട്ടുകാരും പിന്നെ മികച്ച രീതിയിലുള്ള വിജയവും ജീവിതവും ഉള്ളവരാണ്. അവരെ ഇടം കൊള്ളിടാൻ ചെന്നാൽ മാത്രമാണ് അവർ
ചൂടാവുന്നതും തമ്മിലൊരു നിസ്സഹകരണം പ്രകടിപ്പിക്കുന്നു. അല്ലാതെയുള്ള എല്ലാ ആയില്യക്കാരും നല്ലവരാണ്. എല്ലാവർക്കും ഈ 2026 വ്യാഴം പ്രായമുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. മറ്റുള്ളവർക്കും ഒന്നും സഹായിക്കില്ലെന്നല്ല. ആക്റ്റീവായിരിക്കുന്നവരെ സഹായിക്കും. പഠിക്കുന്നവരെ, റാങ്കിന് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിച്ചിരിക്കും, സംശയമില്ല. ഒരു ടെസ്റ്റ് എഴുതിയെന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല ജനാധിപത്യത്തിൽ. ഒരു 5-6 ടെസ്റ്റ് എഴുതുന്ന ഒരാളിനെ വ്യാഴം സഹായിക്കും. ആ കാര്യത്തിൽ മുന്നോട്ട് പോകണം. വളരെ നല്ല ആശംസകളാണ് അതിൽ പറയാനുള്ളത്. നമസ്തേ.